ഒരുപാട് ലെജൻസിനെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു ടീമാണ് ബ്രസീൽ. അവരുടെ പുതിയൊരു ലെജൻഡ് പിറവിയെടുത്തു എന്ന് ലോകം പറഞ്ഞ ഒരു താരമാണ് എൻട്രിക്. ആരാണ് ഈ എൻട്രിക്? ആൻസലോട്ടി തന്റെ ഈ ഫിഫ വേൾഡ് കപ്പ് 2026 സ്ക്വാഡിലേക്ക് അറ്റാക്കിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ആഡ് ചെയ്തൊരു താരം കൂടിയാണ് എൻട്രിക്. പൽമറാസിലൂടെയാണ് അദ്ദേഹത്തിന്റെ യൂത്ത് കരിയർ ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യ സീനിയർ ക്ലബും പൽമറാസ് തന്നെയാണ്. പൽമറാസിന്റെ ഏറ്റവും യങ്ങസ്റ്റ് ഗോൾ സ്കോറർ എന്ന ചരിത്രത്തിലേക്ക് 16-ാം വയസ്സിലെത്തിയ ഒരു താരം കൂടിയാണ് എൻട്രിക് എന്നാലോചിക്കുക. ആ വിളി അധികം താമസിക്കാതെ റിയൽ മാഡ്രിഡിൽ നിന്നും ലഭിക്കുകയാണ് എൻട്രിക്കിന്. റിയൽ മാഡ്രിഡിൽ എത്തുന്നു, അവിടെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. അതിനിടയിൽ ഈ സീസണിൽ ഒരു ചെറിയ ബ്രേക്കിലേക്ക് അദ്ദേഹത്തിനെ ലിയോണിലേക്ക് വിടുകയാണ്. ശരിക്കും ആ ലിയോണിലേക്കുള്ള പോക്ക് അദ്ദേഹത്തിന്റെ പ്ലേയിങ് ടൈം റിയൽ മാഡ്രിഡിൽ കുറയുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു. പ്ലേയിങ് ടൈം അദ്ദേഹത്തിന് വേണം, അദ്ദേഹം അവിടെ കളിക്കണമെന്ന് ആൻസലോട്ടിയുടെ ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കാരണം ആൻസലോട്ടിക്ക് തീർച്ചയായും ഈ വരുന്ന വേൾഡ് കപ്പിൽ ഒരു എൻട്രിക് മാനിയ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ലിയോണിലേക്ക് വിട്ടത്. ലിയോണിലേക്ക് എത്തിയപ്പോൾ അവിടെ അദ്ദേഹം ചെയ്ത കണക്കുകളാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. 8 ഗോളുകളും 7 അസിസ്റ്റുമായി ലിയോണിൽ ഒരു ഗംഭീര പെർഫോമൻസുമായിട്ടാണ് എൻട്രിക് ഈ വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് എത്തുന്നത്. നമുക്കറിയാം 1994 റൊണാൾഡോ ഒരു യങ്ങസ്റ്റ് പ്ലെയറായി ബ്രസീൽ ടീമിലേക്ക് വന്നതിന് ശേഷം അടുത്ത ഒരു യങ്ങസ്റ്റ് പ്ലെയറായി ഒരു വിളി വരുന്നത് എൻട്രിക്കിനാണ്. ഒരു ലെജൻഡ് പിറവിയെടുക്കുന്നു എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചതുപോലെ എൻട്രിക്കിന് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ടാലന്റ് കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ ഈ ലോകകപ്പ് നമ്മളൊരു എൻട്രിക് മാനിയ എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. സോ ബ്രസീലും അത് തന്നെയാണ് കാത്തിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എൻട്രിക്കിനെ പറ്റി? തീർച്ചയായും രേഖപ്പെടുത്തുക ഇൻ ദ കമന്റ് ബോക്സ്.